ഇനിയും ഈ വഴിയെ ഭാഗം 8. നല്ലൊരു ഉറക്കത്തിനിടയിൽ ഏതോ സ്വപ്നങ്ങൾക്ക് നടുവിലായിരുന്നു നിഷ. സ്വപ്നത്തിനിടയിൽ എവിടെയോ നിന്നോ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവളൊന്ന് മൂളിക്കൊണ്ട് പാതി മയക്കത്തിനിടയിൽ പറഞ്ഞു, ഹലോ. കുറച്ചുനേരം റിങ് ചെയ്ത ശേഷം ഫോൺ ശബ്ദം നിലച്ചതും അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് കൂപ്പുകുത്തി. അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം ഫോൺ വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങിയതോടെ അവൾ ഉറക്കം ഞെട്ടി ഉണർന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന അവൾ കണ്ണുകൾ ചിമ്മി തുറന്ന് ചുറ്റിനും നോക്കി. മുറിയിലെ ഇരുട്ടിൽ കട്ടിലിൽ കിടന്ന് നിലവിളിക്കുന്ന ഫോണിനെ നോക്കി അവൾ പല്ലിറുമി. ഇത് തെണ്ടിയാണ് ഈ പാതിരാത്രി. കണ്ണുകൾ തിരുമ്മിക്കൊണ്ടവൾ ഫോണെടുത്ത് നോക്കി. ചങ്ക് കോത എന്ന പേരും ഒരു ആമ്പലിൻ്റെ പടവും സ്ക്രീനിൽ. അവൾ ഫോണിലെ സമയം നോക്കി. 3:10 AM. ഓ, ആദ്യ രാത്രി കൂടി കഴിഞ്ഞപ്പോഴായിരിക്കും അവൾക്ക് കൂട്ടുകാരിനെ ഓർമ്മ വന്നത്. പോ പുല്ലേ. അവൾ കോൾ കട്ട് ചെയ്ത് ഫോൺ കിടക്കയിലേക്ക് എറിഞ്ഞിട്ട് വീണ്ടും തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. തോൽക്കാൻ മനസ്സില്ലാത്തതുപോലെ ഫോൺ വീണ്ടും കരയാൻ തുടങ്ങി. ഇവളയിന്ന് ഞാൻ. ആമ്പലിനെ പ്രാഗിക്കൊണ്ട് കൈയെത്തിച്ച് ഫോണെടുത്ത് കാൾ കണക്ട് ചെയ്തിട്ട് അവൾ ഫോൺ സ്പീക്കർ മോഡിലേക്ക് ഇട്ടു. രാത്രി 3 മണി കഴിഞ്ഞാണോടി ഫോൺ വിളിക്കുന്നേ? അന്തസ് വേണമടി, അന്തസ്. പന്ന പാട്ടി. ഹോ, എൻ്റെ പൊന്നു നിഷു, നീ ആ ഭരണിപ്പാട്ടൊന്ന് നിർത്ത്. അങ്ങേ തലക്കൽ നിന്നും ദൈന്യത നിറഞ്ഞ ആമ്പലിൻ്റെ ശബ്ദം കേട്ട് നിഷ പറഞ്ഞു വന്ന് നിർത്തിയിട്ട് കിതപ്പടക്കി. നിർത്തിയോ? നീ പറയാനുള്ളത് പറ, എന്നിട്ട് തരാം ബാക്കി. എൻ്റെ പൊന്നു മോളെ, ആകെ പ്രശ്നമായി. എന്ത് പറ്റി? പോലീസ് പിടിച്ചോ? എങ്കിൽ നന്നായി. ശവത്തിൽ കുത്തല്ലേടി. അവൻ ആ വൃത്തികെട്ട സൂരജ് തേച്ചടി. എന്തോന്നാ നീ പറയുന്നേ? മലയാളം എന്തേ നിനക്ക് മനസ്സിലായില്ലേ? എടി, അവൻ വന്നില്ലെന്ന്. പട്ടി ചന്തക്ക് പോയ പോലെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ മുകളിലേക്ക് നോക്കി നിന്നത് മാത്രം മെച്ചം. എന്നിട്ടോ? പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആമ്പൽ വിശദമായി നിഷയെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞൊടുവിൽ വാപൊളിച്ചിരിക്കുന്നത് കൊണ്ട് നിഷ തന്നെ ചോദിച്ചു, എന്തോന്നൊക്കെയാടി കേൾക്കുന്നേ? എന്നിട്ട് ആ മണ്ണുണ്ണിയുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നാണോ നീ പറയുന്നേ? അപ്പോൾ നിനക്ക് ഇത്രയും നേരം ഞാൻ ഓതിയതൊന്നും മനസ്സിലായില്ലല്ലേ? ഉവ്വ, മനസ്സിലായി. പക്ഷേ എങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടിട്ട് നിനക്ക് പറ്റണില്ല. അപ്പോൾ അതനുഭവിക്കുന്ന എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങേ തലക്കൽ നിന്നും ഒരു നെടുവീർപ്പ് നിഷ കേട്ടു. എന്നാലും നിന്റെ അച്ചമ്മ പറഞ്ഞത് നേരായിരിക്കുമോ? അവന് നിന്നോടിനി പ്രേമം ഉണ്ടാകുമോ? മണ്ണാങ്കട്ടേണ്. ആ അലവരാതിക്ക് ആകെ കൂടി പ്രേമമുള്ളത് കാശിനോടാ. ആമ്പൽ ഒന്ന് പുച്ഛിച്ചു. നിന്റെ അച്ചമ്മയ്ക്ക് നിന്നെ ഭയങ്കര കാര്യമല്ലേ? അപ്പോൾ പിന്നെ നിന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കാൻ വേണ്ടി ഇങ്ങനൊരു കളവ് പറയുമോ? നീ ഇതെങ്ങോട്ടാ ഈ പറഞ്ഞുകൊണ്ട് കയറിപ്പോകുന്നേ? അല്ലടി, ഇനി എങ്ങാനും അവന് നിന്നോട് ശരിക്കും പ്രേമം ഉണ്ടെങ്കിലോ? ഒന്ന് ചുമ്മാ ഇരിയടി, വെറുതെ ആളെ പേടിപ്പിക്കാൻ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ ആകെപ്പാടെ ഭ്രാന്തെടുത്തിരിക്കുക. ഒന്ന് നിർത്തിയിട്ട് അവൾ ചോദിച്ചു, ഇനി അങ്ങനെ എങ്ങാനും ഉണ്ടോ കൂടി? ഏയ്. അല്പനേരം ആലോചിച്ചിട്ട് നിഷ വീണ്ടും ചോദിച്ചു, ഇനി ഉണ്ടെങ്കിലോ? അതിനൊരു വിദേശ സാധ്യത പോലുമില്ലാത്ത വിധത്തിൽ ആമ്പലത് തള്ളിക്കളഞ്ഞു. അതവിടെ നിൽക്കട്ടെ, ആ സൂര്യതണ്ടി പറ്റിച്ചിട്ട് നിനക്ക് വിഷമമൊന്നുമില്ലേ? പിന്നെ ഇല്ലാതെ എന്ന് വെച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ പട്ടി വരും. ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തിട്ട് വേണം എനിക്കവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ ഒന്ന് വിശദമായിട്ട് കാണാൻ. അത് കലക്കി മോളെ. അല്ലേലും ഒരുത്തൻ തെച്ചെന്ന് വെച്ച് കരഞ്ഞുകൊണ്ട് നടക്കാൻ നമ്മൾ കഥയിലെ നായികമാരൊന്നും അല്ലല്ലോ. വി ആർ ന്യൂജൻ ഗേൾസ്. നീ ന്യൂജൻ ഗേൾസിൻ്റെ സ്വഭാവ സവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞതാ. അതിനിത്ര ആലോചിക്കാനെന്തിരിക്കണം മോളെ? നാളെ നേരം എടുക്കുമ്പോൾ നീ എല്ലാം ചുമ്മാ പറഞ്ഞതാണെന്ന് ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ജീവിച്ചിരിക്കണം കണ്ടിട്ട് നിനക്ക് സൈക്കിളിലല്ലേടി ചൂലേ? അല്ലാതെ പിന്നെ വേറെന്ത് മാർഗം? നീ തന്നെയല്ലേ ഈ ഊരാക്കൂരൊക്കെ എടുത്ത് കഴുത്തിലേക്കിട്ടത്? അങ്ങനെ പറയല്ലേടി. ആ സമയത്ത് വേറെ മാർഗമില്ലായിരുന്നു. എന്നാൽ പിന്നെ ഇവനെ അങ്ങ് കെട്ടടി, വെച്ചിട്ട് പോയ പുല്ലേ. എടി, ഞാൻ പറയുന്നത് കേൾക്ക്. തിരിച്ചൂരിപ്പോരാൻ പറ്റാത്തൊരു കുടുക്കിലാണ് നീ നിന്നെ തന്നെ കൊണ്ടുപോയി ചാടിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതല്ല വേറൊരു കല്യാണക്കാര്യം വന്നാൽ നീ സമ്മതിക്കുമോ? എൻ്റെ പട്ടി സമ്മതിക്കും. അത് പോട്ടെ,
കല്യാണം കഴിക്കാതെ ജീവിക്കാൻ നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ? അച്ഛൻ കുഴപ്പമില്ല, പക്ഷെ അമ്മ പണിയാണ്. വീണ്ടും ഒരു നെടുവീർപ്പ് ഉയരുന്നത് നിഷ കേട്ടു. അതാണ് പറഞ്ഞത്, ഇവനെ തന്നെ അങ്ങ് തട്ടാൻ. തട്ടാനോ? ആ, നീ തട്ടുന്നതും കെട്ടുന്നതും എല്ലാം അവനെ സംബന്ധിച്ച് ഒരുപോലെ ആയിരിക്കും. തമാശിച്ചതാണ്. കാര്യം പറഞ്ഞതാ മോളെ. ഇനിയിപ്പോൾ ഈ കല്യാണം കൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും അത് മുഴുവൻ നിനക്ക് അച്ഛമ്മയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ? അച്ഛമ്മ പറഞ്ഞിട്ടല്ലേ അവനെ കെട്ടിയത് എന്ന് പറഞ്ഞാൽ പോരെ? അതുമാത്രമല്ല, അവനെന്തെങ്കിലും പോക്രിത്തരം കാട്ടിയാലും ശകുനിയെ മുന്നിൽ നിർത്തി പൊരുതിയ അർജുനെ പോലെ നിനക്ക് അച്ചമ്മയെ മുന്നിൽ നിർത്തി പൊരുതൂ. അത് കൊള്ളാല്ലേ? പിന്നല്ലാതെ. നീ എന്താ എന്നെപ്പറ്റി വിചാരിക്കുന്നേ? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അതെന്താ? ഇത്രയും നാളും കാണുമ്പോഴൊക്കെ നിനക്ക് വേണ്ടി അവനെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ആവുകൊണ്ട് ഇനി അവനെ സഹോന്ന് വിളിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എന്ത് കാര്യമിരിക്കണം? നീ അവനോട് പഴയ പോലെ തന്നെ നട്ടിലെ കട്ടക്ക് നിന്നാൽ മതി. എങ്കിൽ ഡബിൾ ഓക്കെ. എന്നാൽ പിന്നെ നീ പോയി കിടന്ന് നല്ല സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. മണി 4 പോകുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. നിഷ കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ കിടക്കയിലേക്ക് ഇട്ട ശേഷം വീണ്ടും തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ആഹാ, ഒരുത്തിനെ കുഴിയിൽ ചാടിച്ചപ്പോൾ എന്തൊരു മനോസുഖം. ചിരിച്ചുകൊണ്ടവൾ ഉറങ്ങാനായി കണ്ണുകൾ അടച്ചു. ആ സമയം മഹി തൻ്റെ മുറിയിലിരുന്ന് സൈമണെ വിളിക്കുകയായിരുന്നു. തലേ ദിവസം രാത്രി കണ്ട ഹൊറർ പടത്തിൻ്റെ ഹാങ് ഓവറിൽ ലൈറ്റ് പോലും ഓഫാക്കാതെ കട്ടിലിൽ ചാരിയിരുന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കേൾക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും പ്രേതം വരുന്നതാണെന്നോർത്ത് കണ്ണുകൾ തുറന്നു നോക്കിക്കൊണ്ടിരുന്ന സൈമൺ ഏകദേശം വെളുപ്പിന് 3 മണിയായപ്പോഴാണ് ഒന്ന് കണ്ണടച്ചത്. അല്പസമയം കഴിഞ്ഞ് ഫോൺ റിങ് ചെയ്തതും പേടിച്ചലറിക്കൊണ്ട് അവൻ കണ്ണുകൾ മിഴിച്ചു. തുടരും.